السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. നബിദിനാഘോഷം പ്രവാചക സ്നേഹമോ എന്ന വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് നിർബന്ധമാണ്. അത് ഈമാനിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, ആയത്തുകൾ, സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ചില സംഭവങ്ങൾ, അവർ സ്നേഹിച്ച ചില രീതികൾ നമ്മൾ വിശദീകരിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ എന്ന വിഷയത്തിൽ ഒരു തർക്കം മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നില്ല എന്നത് നമ്മൾ വിശദീകരിച്ചു. തർക്കമുള്ളത് വർഷത്തിലൊരു മാസത്തിൽ മാത്രം, റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം എന്ന പേരിൽ അന്ന് പ്രത്യേകമായ ചില ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചില സദസ്സുകൾ സംഘടിപ്പിക്കുകയും സ്വലാത്ത് ചെല്ലുകയും ദിക്ർ ചെല്ലുകയും മദ്ഹ് എന്ന പേരിൽ ചില മൗലിദുകൾ ആലപിക്കുകയും ചെയ്യുന്നു. ഇത് ഇസ്ലാമികമാണോ അല്ലേ എന്നതാണ് നമുക്കിടയിലുള്ള തർക്കം, അഭിപ്രായ വ്യത്യാസം എന്നത് നമ്മൾ വിശദീകരിച്ചു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് ഷഹാദത്ത് കലിമയുടെ ഭാഗമാണെന്നും നമ്മൾ പറഞ്ഞു. അതില്ലാതെ ഒരാളുടെ ഷഹാദത്ത് കലിമ അത് പൂർത്തീകരിക്കപ്പെടുന്നതല്ല എന്നത് നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇന്ന് കാണപ്പെടുന്ന മൗലിദാഘോഷം എന്ന പേരിൽ ഇന്ന് കാണപ്പെടുന്ന ചില പ്രത്യേകമായ ആചാരങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചില രീതികൾ, അത് മുസ്ലിം ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയതാരാണ്? അതിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, മൗലിദാഘോഷം ലോകത്ത് ആദ്യമായി കൊണ്ടാടുന്നത്, ആഘോഷിക്കുന്നത് ജൂതന്മാരാണ്, അല്ലെങ്കിൽ
അഹ്ലുസുന്നത്തിനോട് കടുത്ത വിരോധമുള്ള ഷിയാക്കളാണ് എന്നത് ചരിത്രപരമായിട്ട് തന്നെ തെളിയിക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു മതത്തിന്റെയും ആദർശത്തിൽപ്പെട്ടതല്ല. ജന്മദിനാഘോഷത്തെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ പുരാതനമായ ചരിത്രങ്ങളിൽ റോമിൽ, ഗ്രീസിൽ അവരൊക്കെ തന്നെ അവരുടെ ദേവന്മാരുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു. അതേപോലെ തന്നെ അവർ ആരാധിക്കുന്നവരുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് ലഭ്യമാണ്. പിന്നീട് ഒരു മതം എന്ന രൂപത്തിൽ ഈ ജന്മദിനാഘോഷം കടന്നു വരുന്നത് നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനികളിലാണ്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് പോലും അവരുടെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ സാധ്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളിലേക്ക് ജന്മദിനാഘോഷം കടന്നു വന്നത് എങ്ങനെയാണ് എന്നതിന്റെ കൃത്യമായ ചരിത്ര രേഖകൾ നമുക്ക് ലഭ്യമാണ്. ഈസാ നബി അലൈഹി സ്വലാമിന് ശേഷം AD 320 നടന്ന നിഖിയ കൗൺസിലായിരുന്നു ഡിസംബർ 25 ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഇത് കടത്തിക്കൂട്ടിയതാണ് എന്നും ഡിസംബർ 25 എന്നത് സൂര്യദേവന്റെ ജന്മദിനമാണ് എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്ത്യാനികളിലേക്ക് അത് കടന്നു വരുന്നത് ബഹുദൈവ ആരാധകരിലൂടെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ബൈബിൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ടോ ഒരിക്കലും ഡിസംബർ 25 ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത് എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. അത് വേറൊരു വിഷയമാണ്, നമ്മളത് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്ന ഈ ജന്മദിനാഘോഷം അന്യമതസ്ഥരിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് ചേക്കേറിയ ഈ ജന്മദിനാഘോഷം പിന്നീട് മുസ്ലിങ്ങളിലേക്ക് കടന്നെത്തുന്നത് ജൂതന്മാരിലൂടെയാണ് എന്ന ചരിത്ര സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് പറഞ്ഞാൽ, ലോകത്ത് ആദ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മൗലിദ് ആഘോഷിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ ഈ ഷിയാക്കളാണ്, അല്ലെങ്കിൽ ജൂതരുടെ പരമ്പരയിൽ വരുന്ന ഉബൈദികളാണ്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഈ ജന്മദിനാഘോഷം എന്നൊരു രീതി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കടന്നു വന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ട്. അതിൽ ഒരു പ്രവാചകന്റെ ജന്മദിനം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 63 കൊല്ലത്തെ ജീവിതകാലത്തിനിടക്ക്, അല്ലെങ്കിൽ 23 കൊല്ലത്തെ ജീവിതകാലത്തിനിടക്ക് ഒരിക്കൽ പോലും ഈ ജന്മദിനാഘോഷം ആഘോഷിക്കുകയോ അത് പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ സ്നേഹിച്ച, നമ്മൾ നേരത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞു, അതേപോലെ സ്വന്തം ജീവനേക്കാൾ റസൂലുള്ളാഹിയെ സ്നേഹിച്ച സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മൗലിദ്, ഒരു ജന്മദിനം, മീലാദ് ആഘോഷിച്ചതായിട്ട് നമുക്ക് ഒരു രേഖയും നമുക്ക് കാണാൻ സാധ്യമല്ല. അത് 4 ഖുലഫാ റാഷിദീങ്ങളാകട്ടെ, അതല്ലാത്ത സഹാബികളാകട്ടെ, മുഹാജിരീങ്ങളോ അൻസാറുകളോ അതല്ലാത്തവരോ ഒരൊറ്റ സഹാബിയും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് കാണുന്ന പ്രത്യേകമായ രൂപത്തിലുള്ള ഒരു ആഘോഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് റബീഉൽ അവ്വൽ മാസം എന്ന പേരിൽ എന്തെങ്കിലും പ്രത്യേകമായ ഒരു സദസ്സുകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഹൽക്കകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സലാത്തിന്റെ മജ്ലിസുകൾ നടത്തുകയോ അന്നദാനം നടത്തുകയോ ചെയ്തതായിട്ട് ഒരു രേഖയും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭാര്യമാർ ജീവിച്ചിരുന്നിട്ടുണ്ട് വർഷങ്ങളോളം. ഒരൊറ്റ ഭാര്യ പോലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരു ഭാര്യ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ആഘോഷങ്ങൾ നടത്തുകയോ പ്രത്യേകമായി ഒരു കാര്യം ചെയ്യുകയോ ചെയ്തതായിട്ട് ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ ഒരു രേഖയും നമുക്ക് ലഭ്യമല്ല. ഈ സ്വഹാബത്തിനെ പിൻപറ്റി ജീവിച്ച താബീങ്ങൾ,
താബീങ്ങളിൽ ആരെങ്കിലും ഈ രൂപത്തിൽ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ചതായിട്ടുള്ള രേഖകൾ നമുക്ക് ലഭ്യമല്ല. ഇതേപോലെ തന്നെ തബഉൽ അത്ബാ, ഈ താബീങ്ങളെ പിന്തുടർന്ന് ജീവിച്ച താബീങ്ങളിൽ നിന്നും ഒരു തെളിവും ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമല്ല. ഈ 3 തലമുറയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല ജനങ്ങൾ എന്റെ കൂടെ ജീവിച്ച സ്വഹാബത്താണ്, പിന്നീട് അവർക്ക് ശേഷം വന്നവർ എന്ന് പഠിപ്പിച്ച ഈ 3 നൂറ്റാണ്ടിലും ഈ റബീഉൽ അവ്വൽ മാസത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടികളും ഒരു മൗലിദുകളും നടന്നിട്ടില്ല എന്നതിന് നമുക്ക് രേഖകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ള ഒരു തെളിവുകളും നമുക്ക് ലഭ്യമല്ല അവരങ്ങനെ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചതായിട്ട്. മാത്രമല്ല ഹദീസുകളിലൂടെ നമ്മൾ ഒന്ന് കണ്ടുപിടിച്ചാൽ ഒരു ചെറിയ കാര്യം പോലും പഠിപ്പിക്കാതിരുന്നിട്ടില്ല. ബാത്റൂമിലേക്ക് കയറുമ്പോ ഇറങ്ങുമ്പോ ഇരിക്കേണ്ട രൂപം പോലും ജൂതന്മാർ അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിരുന്നു എന്ന് പോലും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ജൂതന്മാർ ചോദിച്ചല്ലോ, ബാത്റൂമിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് പോലും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ എന്ന് പോലും അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സ്വന്തം സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി ഒന്ന് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം ഹദീസുകളിൽ നമുക്ക് ലഭ്യമല്ല എന്നത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്, പ്രധാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരാൾ പോലും, അതിൽ പ്രത്യേകിച്ചും 4 മദ്ഹബിന്റെ ഇമാമുകൾ, അവരാരും തന്നെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ രൂപത്തിലുള്ള ആഘോഷങ്ങൾ പ്രത്യേകമായ പരിപാടികൾ സംഘടിപ്പിച്ചതായിട്ട് ഒരു തെളിവും നമുക്ക് ലഭ്യമല്ല. ഇന്ന് വാട്സപ്പിലൂടെ അതേപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ നെറ്റിലൂടെ ചില അഡ്രസ് ഇല്ലാത്ത ചിലത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, കള്ളക്കഥകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ എത്ര ദിർഹം കൊടുത്തു, ഹസൻ ബസ്രി ഇത്ര ദിർഹം കൊടുത്തു. അത് അഡ്രസ് ഇല്ലാതെ ചില സൂഫികളുടെ സൈറ്റുകളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ചിലതങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതിന് ഒരഡ്രസ്സും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മളത് പിന്നീട് അത് വിശദീകരിക്കും. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ 4 മദ്ഹബിന്റെ ഇമാമുകൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതേപോലെ തന്നെ അറിയപ്പെട്ട മദ്ഹബിന്റെ ഇമാമുകളിൽ ഒരാൾ പോലും ഈ ജന്മദിനാഘോഷം അല്ലെങ്കിൽ ഈ മൗലിദാഘോഷം റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ പ്രത്യേകമായി സംഘടിപ്പിച്ചതായിട്ട് നമുക്ക് തെളിവ് കിട്ടുക സാധ്യമല്ല. മാത്രമല്ല ഇവരുടെ പള്ളികളിൽ പോലും വെള്ളിയാഴ്ചകളിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈജിപ്തുകാരനായ ഒരാൾ എഴുതി വെച്ച ഖുത്ബയാണ്. അത് വായിക്കുകയാണ് ചെയ്യുന്നത്. ഇബ്നു നബാത്തിന്റെ ഖുത്ബ അത് വായിക്കുകയാണ് ചെയ്യുന്നത്. ആ ഖുത്ബയുടെ ഒരു പ്രത്യേകത, ഓരോ മാസത്തിലുമുള്ള പ്രത്യേകമായ ചില സംഭവങ്ങളാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ആ രേഖപ്പെടുത്തി വെച്ചതിൽ റബീഉൽ അവ്വൽ മാസത്തിൽ എന്താണ് പറയേണ്ടത് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുമായി ബന്ധപ്പെട്ട ഒരൊറ്റ അക്ഷരം പോലും ഇവർക്ക് കാണിച്ചു തരാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇവരുടെ പള്ളികളിൽ വെള്ളിയാഴ്ച നടത്തുന്ന ഖുത്ബ ഈ ഏടെടുത്ത് വായിക്കലാണ്. ആ ഏടുകളിൽ പോലും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് എന്നുള്ളതിന്റെ ഒരു വരി പോലും അവരെടുത്ത് വായിക്കുന്ന, വെള്ളിയാഴ്ച എടുത്ത് വായിക്കുന്ന ആ ഏടുകളിൽ പോലും കാണിച്ചു തരാൻ അവർക്കാർക്കും സാധ്യമല്ല. അപ്പൊ ചുരുക്കത്തിൽ ഈ 3 നൂറ്റാണ്ടിലും അതേപോലെ തന്നെ 4 മദ്ഹബിന്റെ ഇമാമുകൾക്കോ പരിചയമില്ലാത്ത ഈ മൗലിദ് ആഘോഷം പിന്നീട് ലോകത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് അതാദ്യമായിട്ട് ഈ മൗലിദ് ആഘോഷിക്കുന്നത് ഫാത്തിമികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗമാണ്. ഫാത്തിമികൾ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഇവരുടെ മറ്റൊരു പേര് ബനു ഉബൈദ് എന്നതാണ്. ഉബൈദികൾ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നുണ്ട്. ഹുബൈദികൾ, അതേപോലെ തന്നെ ഫാത്തിമികൾ, അതേപോലെ തന്നെ ബാത്തിനിയാക്കൾ, ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. ആരാണ് ഫാത്തിമികൾ? അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരാണ് ഉബൈദികൾ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗം ആരാണ്? അവർ അഹ്ലുസുന്നത്താണോ? അവരാരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ഈ ഫാത്തിമികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്, ലോകത്ത്
അബ്ബാസി ഖിലാഫത്ത് കാലഘട്ടത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ആധിപത്യം സ്ഥാപിച്ച, അധികാരം സ്ഥാപിച്ച ഒരു വിഭാഗമാണ് ഈ ഉബൈദികൾ എന്നറിയപ്പെടുന്ന വിഭാഗം. ഫാത്തിമികൾ എന്ന പേരിൽ ഇവർ അറിയപ്പെടുന്നുണ്ടെങ്കിലും മുസ്ലിം ചരിത്രകാരന്മാർ അത് അംഗീകരിച്ചിട്ടില്ല. അവരത് അറിയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും സന്തതി പരമ്പരകളിൽ അല്ലെങ്കിൽ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ, അവരിലേക്ക് ചേർത്തി അവർ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ അവർ നിസ്ബ ചെയ്തുകൊണ്ട് പറയുന്നത് അബദ്ധമാണ്. ഇവർ യഥാർത്ഥത്തിൽ ധരിച്ച ജൂതന്മാരാണ്, മുൽഹിദീങ്ങളാണ്, നിരീശ്വരവാദികളാണ് ഇവരെന്നാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് ചേർത്തി പറയുന്നതിന് ഒരടിസ്ഥാനവുമില്ല എന്നുള്ളത് മുസ്ലിം ലോകത്തെ എല്ലാ ചരിത്ര പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അവരത് ചെയ്തത് അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി, ലോകത്ത് അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി, അഹ്ലുസുന്നയുടെ ആളുകളുടെ പ്രീതി നേടുന്നതിന് വേണ്ടി അവര് യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്തിലേക്ക് അവര് ചേർത്തി പറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉബൈദികൾ എന്ന പേരിൽ ഇവർ അറിയപ്പെടാനുള്ള കാരണം, ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സഈദ് എന്ന് പറയപ്പെടുന്ന ആൾ. അതാണ് അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര്, സഈദ്. അയാൾ പിന്നീട് ഉബൈദുള്ള എന്ന പേര് സ്വീകരിച്ചു. ഈ ഫാത്തിമി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഈ ഉബൈദി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് സഈദ്. അയാൾ പിന്നീട് പേര് മാറ്റിയിട്ട് അയാൾ ഉബൈദുള്ള എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ ഇയാളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇവര് ഉബൈദികൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. പിന്നീട് ഞങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നുള്ള കള്ളവാദം അവർ ഉന്നയിച്ചത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ പല നാടുകളിലും, ഉദാഹരണമായിട്ട് ടുണീഷ്യയില്, അതേപോലെ തന്നെ ആഫ്രിക്കയുടെ പല നാടുകളിലും ഇവർ ആധിപത്യം നേടി. ഹിജറ വർഷം 297. പിന്നീട് ഇവർ മിസ്റിലേക്ക് കടന്നു വന്നു, ഈജിപ്തിലേക്ക് കടന്നു വന്നു. ഈജിപ്തിൽ ഇവർ അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ അൽ മുഇസ്സു ലി ദീനില്ല എന്ന് പറയുന്ന ആൾ ഈജിപ്തിന്റെ അധികാരം ഏറ്റെടുത്തു. ഈ അൽ മുഇസ്സു ലി ദീനില്ല ഏതാണ്ട് ഹിജറ വർഷം 360കളിലാണ് ഇയാള് ഈജിപ്തിന്റെ അധികാരം പിടിച്ചെടുത്തത്. ഈ അൽ മുഇസ്സു ലി ദീനില്ല എന്നാണ് അയാളുടെ പേര്, മുഇസ്സു ലി ദീനില്ല. ഇയാള് ഫാത്തിമി ഭരണകർത്താക്കളിൽ 4ാമനും ഈജിപ്തിലെ 1ാമത്തെ ഭരണാധികാരിയുമാണ്. ഏതാണ്ട് ഹിജറ വർഷം 360കളിലാണ് ഇയാൾ അവിടെ അധികാരം പിടിച്ചെടുക്കുന്നത്. ഈ മുഇസ്സ് ആണ് ലോകത്ത് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്നത്. ഏതാണ്ട് ഹിജറ വർഷം 567 വരെ ഇവരുടെ ഭരണം നീണ്ടു നിന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരാണ് ആദ്യം മുസ്ലിം ലോകത്ത് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്നത് ഇവരാണ്. ആര്? ഈ ഉബൈദികൾ. ഇനി ഈ ഉബൈദികളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഉബൈദികൾ? നമുക്ക് ചോദിക്കാം, എന്താണ് ഇവർക്കുള്ള തകരാറ്? ഉബൈദികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ, നേരത്തെ പറഞ്ഞതുപോലെ അഹ്ലുസുന്നയെയും ഇസ്ലാമിനെയും നശിപ്പിക്കുക എന്നത് ലക്ഷ്യമായി സ്വീകരിച്ച ആളുകളാണ് ആര്? ഈ ഉബൈദികൾ. ഈ ഉബൈദികളുടെ പൂർവ്വ പിതാവിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുന്നത്, അവരുടെ പൂർവ്വ പിതാവ് ആരാണ്? അവരുടെ ജദ്ദ്, ഈ ഉബൈദികളുടെ ജദ്ദ് ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ് എന്നറിയപ്പെടുന്ന ആളാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ആരെ? ഇബ്നു ദൈസാൻ അൽ ഖദ്ദാഹ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇയാളൊരു മജൂസിയായിരുന്നു, അഗ്നി ആരാധകനായിരുന്നു. 2, ഇയാളൊരു യഹൂദിയായിരുന്നു. ഈ 2 കാര്യങ്ങളാണ് ചരിത്രത്തിലുള്ളത്. അത് ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു ഖല്ലിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇമാം ദഹബി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഇത് നമ്മളുണ്ടാക്കിയ കിതാബുകളൊന്നുമല്ല, അതൊക്കെ മുസ്ലിം ലോകത്ത് എല്ലാവരും അംഗീകരിക്കുന്ന കിതാബുകളാണ്. ഈ 2 ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്. 2 അഭിപ്രായങ്ങളാണ് ഇവരുടെ ജദ്ദിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, മജൂസിയായിരുന്നു, അഗ്നി ആരാധകൻ. 2, യഹൂദിയായിരുന്നു. മാത്രല്ല
ബാത്തിനിയ പ്രസ്ഥാനം സ്ഥാപിച്ചത് 4 ആളുകളാണ്. ഈ 4 പേരിൽ ഇറാഖിലെ ഒരു ജയിലിൽ വെച്ചുകൊണ്ടാണ് ബാത്തിനിയ പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ആ 4 പേരിൽ ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരായ 4 പേരിൽ ഒരാളാണ് ആര്? ഇബ്നു ദൈസാനുൽ ഖദ്ദാഹ്. ബാത്തിനിയ പ്രസ്ഥാനം എന്താണ്? ഒരൊറ്റ വാചകം മാത്രം വായിച്ചുതരാം. അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്നുള്ള ഗ്രന്ഥത്തിൽ കാണാം ആരാണ് ബാത്തിനികൾ. ബാത്തിനികളെ കുറിച്ച് അതിൽ പരിചയപ്പെടുത്തുന്ന ഒരൊറ്റ വാചകം മതി അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ. ഈ അലമു അദ്ദേഹം പറയുന്നത് അലമു അസ്അദകുമുല്ലാഹ് അന്ന ലററൽ ബാത്തിനിയ അലാ ഫിറഖിൽ മുസ്ലിമീന. മുസ്ലിങ്ങൾക്ക് ഈ ബാത്തിനിയാക്കളെ കൊണ്ടുണ്ടായ ലുറ്, ഉപദ്രവം അഅലമു മിൻ ലററിൽ യഹൂദി വന്നസ്വാറ വൽ മജൂസി അലൈഹിം. യഹൂദികളെക്കാൾ, നസ്രാനികളെക്കാൾ, മജൂസികളെക്കാൾ ഏറ്റവും വലിയ ലുറാണ് ആരുണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഈ ബാത്തിനിയാക്കൾ ഉണ്ടാക്കി വെച്ചു. അത്രത്തോളം പ്രശ്നക്കാരികളാണ്. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയുന്നത് ഫൽ ബാത്തിനിയ പ്രസ്ഥാനം ലൈസത്ത് മദ്ഹബൻ ഇസ്ലാമിയ, അതൊരു ഇസ്ലാമിക ഗ്രൂപ്പേ അല്ല. അത് ഫിർഖത്ത് മിൻ ഫിറഖി അഹ്ലിൽ ഇസ്ലാമി, ഇസ്ലാമിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ പോലും ബാത്തിനിയ പ്രസ്ഥാനത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നിട്ട് വേറെ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വളരെ അപകടം പിടിച്ച വാദങ്ങളാണ് ബാത്തിനിയാക്കൾക്കുള്ളത്. ഈ ബാത്തിനിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളാണ് ആര്? ഈ ഉബൈദിയ ഗ്രൂപ്പിന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഉബൈദുള്ള അല്ലെങ്കിൽ സഈദിന്റെ ജദ്. ഈ മൈമൂൻ ഇബ്നു ദൈസാൻ അല്ലെങ്കിൽ ഇബ്നു ദൈസാനുൽ ഖദ്ദാഹിന്റെ സന്തതികളാണ് ആര്? ഈ ബനു ഉബൈദുകാര്. ഈ ഉബൈദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഉബൈദികൾ, അവരുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ ഹിജറ 360 അധികാരത്തിൽ വന്ന മുഇസ്സിന്റെ നേതൃത്വത്തിലുള്ള ആ മുഇസ്സാണ് ലോകത്ത് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്നത്. ഇനി രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ഫാത്തിമികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഉബൈദികളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ചില ഗൗരവമുള്ള സംഗതികൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ അവരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഹാഫിൽ ഇബ്നു കസീർ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഉബൈദികളെ കുറിച്ച് പറഞ്ഞത് ഹിജറ 402 സംഭവം വിശദീകരിക്കുന്ന ആ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ എല്ലാവരും ഇജ്മാഓടുകൂടി പറഞ്ഞൊരു കാര്യം, വശഹിദു ജമീഅൻ, എല്ലാവരും ഒരുപോലെ പറഞ്ഞു, അന്നൽ ഫാത്തിമിയീന, ഫാത്തിമികൾ അതായത് മുലൂക്ക് മിസ്ർ ഭരിച്ചിരുന്ന ഫാത്തിമികൾ, കുഫാർ, അവരാരാണ്? കാഫിരികളാണ്. ഞാൻ എന്തിനാത് വിശദീകരിക്കുന്നത്? മൗലിദാഘോഷത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രേഖയും ചരിത്രത്തിൽ നമുക്ക് ലഭ്യമല്ല. എന്നാൽ ലോകത്ത് ആദ്യമായി മൗലിദ് ആഘോഷിച്ചത് ആരാണ് എന്നുള്ളത് കൃത്യമായി ചരിത്രത്തിൽ നമുക്ക് ലഭ്യമാകുന്ന തെളിവ് ഈ ഇബ്നു ദൈസാനുൽ ഖദ്ദാഹിന്റെ സന്തതി പരമ്പരകളായ, ചരിത്രത്തിൽ ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ട, ഈജിപ്തിൽ ആദ്യമായി അവരുടെ ഭരണം ഏറ്റെടുത്ത മുഇസ് ആണ് ഈ ജന്മദിനാഘോഷം ആദ്യമായി ലോകത്ത് ആഘോഷിക്കുന്നത്. ഈ ഉബൈദികളെ സംബന്ധിച്ചാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്ത്? കുഫാറുൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ സുന്നി വിശ്വാസം, നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള സലഫികളോടോ അല്ലെങ്കിൽ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ആ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ച അവർ പറയും അവർ ഷിയാക്കളാണല്ലേ എന്ന് പറയും. കാരണം നമ്മുടെ ഷാഫി മദ്ഹബാണ് അവർ മദ്ഹബിലേക്ക് ചേർത്തി പറയാറുണ്ടെങ്കിലും ആ മദ്ഹബുമായിട്ട് അവർക്ക് യഥാർത്ഥത്തിൽ യാതൊരു ബന്ധമല്ല. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഭൂരിപക്ഷം ഷാഫിയാക്കളാണ്, പക്ഷെ ഒരു ബന്ധമല്ല. അവർ പറയുന്ന ഒരു ആദർശവും ഇമാം ഷാഫിന്റെ ആദർശമല്ല. അവര് കൊണ്ട് നടക്കുന്ന ആദർശം, അതിന് സമസ്ത എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി, തനി അടി മുതൽ മുടി വരെ ഷിയ ആദർശം. അത് മൗലിദാകട്ടെ, മാലകളാകട്ടെ,
ഖബറാരാധന ആകട്ടെ എല്ലാം എല്ലാം അങ്ങനെ തന്നെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണെങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ മൗലിദാഘോഷവും അങ്ങനെ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് കടർത്തതാണ്. ഇവരാരാണ്? ഈ ഉബൈദികൾ ആരാണ്? അല്ലെങ്കിൽ ഫാത്തിമികൾ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടാൻ ശ്രമിച്ച ഉബൈദികൾ കുഫാറുണ്ട്, അവര് കാഫിരികളാണ്. ഫുസാഖുൻ, തെമ്മാടികളാണ്, ഫാസിക്കീങ്ങളാണ്. ഫുജ്ജാറുൻ, ഫാജിർ, ഫുജ്ജാരികളാണ്. മുൽഹിദൂൻ, നിരീശ്വരവാദികളാണ്. സനാദിക, മുഅത്തിലൂൻ, ഇതന്നെ ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ്. വലിൽ ഇസ്ലാമി ജാഹിദൂൻ, ഇസ്ലാമിനെ തന്നെ നിഷേധിക്കുന്നവരാണ്. വലി മദ്ഹബിൽ മജൂസിയ വസ്സനവിയ മുഅ്തഖിദൂൻ, അഗ്നി ആരാധന ഉള്ളവരാണ്, വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നവരാണ്. ഖദ് അത്തലു അൽ ഹുദൂദ, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ ഇവർ നിഷേധിച്ചു. വ അബാഹു അൽ ഫുറൂജ, വ്യഭിചാരം ഹലാലാക്കി. വ അഹല്ലു അൽ ഖംറ, കള്ള് ഹലാലാക്കി. വസഫക്കു അദ്ദിമാ, രക്തം ചിന്തി. വസബ്ബു അൽ അംബിയ, അംബിയാക്കളെ പോലും ചീത്ത പറഞ്ഞു. വലഅനു അസ്സലഫ, സലഫുകളെ ശപിച്ചു. വദ്ദഉ അർ റുബൂബിയ, റുബൂബിയത്ത് പോലും വാദിച്ചു. ഇവരാണ് ഉബൈദികൾ. ഞാൻ നേരത്തെ പറഞ്ഞ സഈദ് അല്ലെങ്കിൽ പിന്നീട് ഉബൈദുള്ള എന്ന പേര് സ്വീകരിച്ച ആ ഉബൈദുള്ള, അയാൾ മഹ്ദിയാണെന്ന് വാദിച്ചിട്ടുണ്ട്. മാത്രമല്ല ചരിത്രം പറയുന്നു അയാള് റസൂലാണെന്ന് വാദിച്ചു. ഭൂമിയിൽ അള്ളാഹുവിന്റെ ഹുജ്ജത്താണെന്ന് വാദിച്ചിട്ടുണ്ട്. വാദിച്ച് അയാൾ ഇലാഹാണ് എന്ന് പോലും, റുബൂബിയത്ത് പോലും അയാൾ വാദിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായ വ നിഹായ എന്നുള്ള ഗ്രന്ഥത്തിൽ തന്നെ കുറച്ചു കഴിഞ്ഞിട്ട് വിശദീകരിക്കുന്നത്, ഈ ഫാത്തിമികള് ഖുലഫാക്കളിൽ സമ്പന്നരാണ്, ഏറ്റവും കൂടുതൽ ധനമുള്ളവരാണ്. എന്നാൽ ഈ ഖലീഫമാരിൽ ഏറ്റവും ധിക്കാരികളാണ്, ഏറ്റവും അക്രമകാരികളാണ്, ഏറ്റവും മോശപ്പെട്ടവരാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലഹറത്ത് ഫി ദൗലത്തിഹിം, അവരുടെ രാഷ്ട്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു അൽ ബിദ്അത്തുകൾ, വൽ മുൻകറാത്തുകൾ, വ കസുറ അഹ്ലുൽ ഫസാദ്, ഫസാദിന്റെ ആളുകൾ വർദ്ധിച്ചു. വഖല്ല ഇൻദഹും അസ്സാലിഹൂന മിനൽ ഉലമായി, സ്വാലിഹീങ്ങളായ ഉലമാക്കൾ വളരെ കുറഞ്ഞുപോയി. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, നസ്രാണികൾ ആധിപത്യം നേടി ആ നാടുകളിൽ. അത് ചരിത്രത്തിൽ കാണാം. ഇവർ ക്രിസ്ത്യാനികളെയാണ് മന്ത്രിമാരായിട്ട് നിയമിച്ചത്, ഈ ഉബൈദികൾ. അതേപോലെ തന്നെ ജൂതന്മാരെ, അതേപോലെ തന്നെ ഹഷീഷ്, ലഹരി മരുന്നുകള്, കഞ്ചാവ്, മയക്കുമരുന്നുകള്, ഇതൊക്കെ അവർ വ്യാപിപ്പിച്ചു നാടുകളിൽ. വഖത്തലു മിനൽ മുസ്ലിമീന ഖൽഖ, മുസ്ലിങ്ങളിൽ നിന്നുള്ള വലിയൊരു വിഭാഗത്തെ അവര് കൊന്നുകളഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായി പിടിച്ചു, പലരെയും നാട് കടത്തി. ഇതൊക്കെ ഒരുപാട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ വിശദീകരിച്ചു പോവാണ്. ഇതേപോലെ തന്നെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരെ കുറിച്ച് പറഞ്ഞത് എന്താ അറിയോ? വഹും മുലാഹിദത്തുൻ ഫിൽ ബാത്തിനി, അവർ പുറത്തേക്ക് എന്ത് പറയും? ഞങ്ങൾ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും. യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളില് നിരീശ്വരവാദമാണ്. ഖാരിജൂനൻ ജമീഅൽ മിലലി, എല്ലാവിധ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തുപോയ, ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ നിന്നും പുറത്തുപോയ ഒരിതാണ്. മദ്ഹബുഹും മുറക്കബും മിൻ മദ്ഹബിൽ മജൂസി വസ്വാഇബ വൽ ഫലാസിഫ, ഇതെല്ലാം കൂടി ചേർത്ത അഗ്നി ആരാധനയും, അതേപോലെ തന്നെ ഒരു മതമില്ലാത്ത അവസ്ഥയും, അതേപോലെ തന്നെ ഫൽസഫയും, ഇതെല്ലാം കൂടി ചേർത്ത ഒരു വീക്ഷണമാണ്, ആദർശമാണ് അവർക്കുള്ളത്. വജദ്ദുഹും, അവരുടെ വല്ലിപ്പ, റജുലുൻ യഹൂദിയുൻ, നമ്മൾ നേരത്തെ പറഞ്ഞു. ആര്? ഈ ഉബൈദിന്റെ ജദ്ദ്. അത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ജദ്ദുഹും, അവരുടെ ജദ്ദ് ആരാണ്? റജുലുൻ യഹൂദിയുൻ, കണ്ടോ, ജൂതനാണ്. ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് മൗലിദ് ആഘോഷിക്കുന്നത്. വജദ്ദുഹും റജുലുൻ യഹൂദിയുൻ, ഒരു യഹൂദിയായ ഒരാളാണ്. കാന റബീബൻ ലി റജുലിൽ മജൂസിയിൻ, ഒരു മജൂസിയായ ഒരാളുടെ വളർത്തുപുത്രനായിരുന്നു. എന്നിട്ട് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ അങ്ങനെ വിശദീകരിച്ചു പോകുന്നുണ്ട്. ഇത് മാത്രല്ല, എത്രത്തോളം എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും,
ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അതേപോലെ തന്നെ സുയൂത്തിയൊക്കെ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാല്, ഈ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പേര് കേട്ടാൽ അവർ സുജൂദ് ചെയ്യണമെന്നാണ്. ആ രാജാവിന്റെ മുമ്പിൽ, ആ ഖലീഫന്റെ മുമ്പിൽ, ഹാക്കിമിന്റെ മുന്നിൽ അവര് സുജൂദ് ചെയ്യണമെന്നാണ്. അത് പള്ളിയിൽ വെച്ച് ഹാക്കിമിന്റെ പേര് പറയുമ്പോൾ പള്ളിയിൽ വെച്ച് സുജൂദ് ചെയ്യണം. സൂക്കിൽ വെച്ചിട്ടാണ് പേര് പറയുന്നതെങ്കിൽ ആ സൂക്കിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യണം. ഇത്രത്തോളം. ഇത് മാത്രമല്ല, പള്ളികളില് അതേപോലെ തന്നെ ചുമരുകളില്, പള്ളിയുടെ ചുമരുകളിലൊക്കെ അവര്, അത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, അവരൊരു പുതിയ പരിപാടി തുടങ്ങിയതാണ്. ഹിജറ വർഷം 395 പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, അന്നത്തെ ഉബൈദികളുടെ ഭരണാധികാരിയായിരുന്ന അൽ ഹാക്കിം ബി അംരില്ല, അയാൾ എന്ത് ചെയ്തു? ഒരു കൽപ്പന. എന്താ കൽപ്പന? ബിനക്ഷി സബ്ബി സഹാബ അല ജുദറാനിൽ മസ്ജിദി, പള്ളിയുടെ ചുമരുകളിൽ സഹാബികളെ ചീത്ത പറഞ്ഞിട്ട് ഉല്ലേഖനം ചെയ്തു വെക്കാൻ, രേഖപ്പെടുത്തി വെക്കാൻ, സഹാബികളെ ചീത്ത പറഞ്ഞിട്ട് പള്ളിയുടെ ചുമരുകളിൽ. വഫിൽ അസ്വാഖി, അതേപോലെ തന്നെ അങ്ങാടികളിൽ, വശവാരി വദ്ദുറൂബി, അതേപോലെ തന്നെ റോഡുകളിൽ, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സഹാബിമാരെ ചീത്ത പറഞ്ഞിട്ട്, ആയിഷ റളിയല്ലാഹു അൻഹയെ ചീത്ത പറഞ്ഞിട്ട്, ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. വസദറത്തിൽ അവാമിർ ഇലൽ ഉമ്മാലി ഫിൽ ബിലാദിൽ മിസ്രിയ ബിമുറാഅത്തി ദാലിക, ഇത് കണിശമായി പാലിക്കാൻ ഗവർണർമാർക്ക് നിർദ്ദേശം കൊടുത്തു വരും, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കും. ഈ രൂപത്തിൽ ഈജിപ്തിനെ ഭരിച്ച, അല്ലെങ്കിൽ ലോകത്ത് ഭരിച്ച ആളുകളാണ് ആര്? ഈ ഉബൈദികള്. മാത്രമല്ല, ഈ ആളുകൾ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ ഇവർ കൊന്നിരുന്നു എന്നാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ അത് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂബക്കറുൽ ബാഖിലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവരൊക്കെ അത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവര് പറഞ്ഞതെന്താ വെച്ചാല്, ഇവര് 4000 റജുൽ, 4000-ഓളം ആളുകളെ ഇവര് അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാരെ ആളുകളെ അവര് കൊന്നു. എന്തിനാണ്? സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞതിന്. 4000-ഓളം നല്ല സാത്വികരായ പണ്ഡിതന്മാരെ, ആളുകളെ ഒരു കൊന്നു കളഞ്ഞു എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ. അപ്പൊ എല്ലാ അർത്ഥത്തിലും അഹ്ലുസുന്നയെ നശിപ്പിക്കാൻ തീരുമാനിച്ച ആളുകളായിരുന്നു ആര്? ഈ ഉബൈദികൾ. ഈ ഉബൈദികളാണ് ലോകത്ത് ആദ്യമായി, വേറെ ഒരുപാട് കാണാം, ഒരു റുബൂബിയത്ത് വാദിച്ചു, അദൃശ്യം അറിയും എന്നുള്ള, അദൃശ്യം കൈബിയാത്തുകൾ പോലും ഞങ്ങൾക്കറിയുമെന്ന് ഇവർ വാദിച്ചു. ഇങ്ങനെ ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് ജന്മദിനം ആഘോഷിച്ചത്. ഇനി നമുക്ക് കിട്ടേണ്ടത്, ഇവരാണ് ആദ്യമായി മൗലിദ് ആഘോഷിച്ചത് എന്നുള്ളത് നമുക്ക് പറയുന്നതിനുള്ള രേഖ എന്താണ്? കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് മൗലിദ് ആഘോഷിച്ചത് എന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മലിക് മുളഫർ. യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ അത് ശരിയാണ്. കാരണം ഒരു സുന്നി എന്ന അർത്ഥത്തിൽ, ഒരു സുന്നി ചക്രവർത്തി എന്ന അർത്ഥത്തിൽ, സുന്നികളോട് താല്പര്യമുള്ള ഒരാൾ എന്ന അർത്ഥത്തിൽ, അതായത് ഷിയാ സുന്നി എന്ന് പറയുമ്പോൾ ആ സുന്നി എന്നുള്ള അർത്ഥത്തിൽ ലോകത്ത് ആദ്യമായിട്ട് ഈ ജന്മദിനം വളരെ ഉഷാറാക്കി നടത്തുന്നത് ആരാണ്? ഈ മുളഫർ രാജാവാണ്. ഇർബൽ ഭരിച്ചിരുന്ന, ഇറാഖിലെ ഭരിച്ചിരുന്ന മുളഫറാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുളഫർ ഈ ജന്മദിനം ആഘോഷിക്കുന്നതിന് മുമ്പ് ലോകത്ത് എവിടെയും ഇങ്ങനൊരു മൗലിദാഘോഷമല്ല. ഈജിപ്തിൽ മാത്രമാണ് ഈ മൗലിദാഘോഷം ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ ലോകത്ത് ഇങ്ങനെ ഒരു ജന്മദിനാഘോഷത്തെ കുറിച്ച് ഒരു ആൾക്കും അറിയില്ല. എന്നാൽ പിന്നീട് ഈ ഉബൈദികളിൽ നിന്ന്, അതിനു മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഉബൈദികളാണ് ജന്മദിനാഘോഷം തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്താ അതിന്റെ തെളിവ്? അതിന്റെ തെളിവ് കേട്ടോളിയും. പ്രഗത്ഭ ചരിത്രകാരനായ മിഖരീസി, അദ്ദേഹത്തിന്റെ അൽ ഖുതത്ത് വൽ ആസാർ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അദ്ദേഹം ഈ മൗലിദാഘോഷത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വാള്യം 1 അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറയുന്നത്, കാനലിൽ ഖുലഫായിൽ ഫാത്തിമീന. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ഫാത്തിമികളാണ്, അല്ലെങ്കിൽ ഈ ഉബൈദികളാണ് ലോകത്ത് ആദ്യമായി മൗലിദാഘോഷിച്ചത് എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നുള്ളതാ. അത് മുസ്ലിം ചരിത്രകാരന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതിന്റെ ഒന്നാമത്തെ തെളിവ് ഇതാണ്. മിഖരീസി
അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. കാനലിൽ ഖുലഫാഇൽ ഫാത്തിമീന, ഫാത്തിമി ഭരണാധികാരികൾക്കുണ്ടായിരുന്നു ഫിതൂലിസന അയാദുൻ വ മവാസിമുൻ, ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം അത് എണ്ണി പറയുന്നു. മൗസിമു റഅസുസ്സന വ മൗസിമു റഅസുൽ ആം വയൗമു ആശുറ, അതായത് ന്യൂ ഇയർ, അതേപോലെ തന്നെ ആശുറ. എന്നിട്ട് അതിൽ അദ്ദേഹം ഒന്നെണ്ണുന്നു വമൗലിദുൻ നബി, ഉണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലിദ്, ഇതും അവർ ആഘോഷിച്ചിരുന്നു. പിന്നെ വേറെ കുറെ ആഘോഷങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ മിസ്റിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന മുഹമ്മദ് ബിൻ വഖൈത്ത് അൽ മുത്തി, അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് ഈ മൗലിദിനെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന അവ്വല മൻ അഹദസഹ, ആദ്യമായി ഈ മൗലിദ് ആഘോഷിക്കുന്നത് ബിൽ ഖാഹിറ, കെയ്റോവിലാണ്, അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ. അപ്പൊ ഇത് ചരിത്രപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷെ നബിദിന ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ മൗലിദ് ആഘോഷിക്കുന്നതിന് നമ്മൾ പറഞ്ഞു, പ്രമാണങ്ങളിൽ അല്ലെങ്കിൽ ഉത്തമ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 4 മദ്ഹബിന്റെ ഇമാമുകൾ പോലും അല്ലെങ്കിൽ ഇവർ വെള്ളിയാഴ്ച ഓതുന്ന നബാത്തി ഖുതുബയിൽ പോലും ഇതിനുള്ള തെളിവ് കിട്ടൂല. അപ്പൊ ഹിജറ 300 ശേഷം ആണ് ഇത് വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 360കളിലാണ്, 362 അല്ലെങ്കിൽ 363കളിലാണ് മുഅയ്സ് ഈജിപ്തിലെ ഭരണാധികാരം ഏറ്റെടുക്കുന്നത്, ഈ ഉബൈദികളുടെ ഖലീഫ ചക്രവർത്തി. അപ്പൊ ഇത് അദ്ദേഹവും പറഞ്ഞു, ഇതാദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത് കെയ്റോവിലാണ്. അൽ ഖുലഫാഉൽ ഫാത്തിമീന ഫഅവ്വലുഹും, അവരിൽ ഒന്നാമത്തവനാണ് അൽ മുഇസ്സു ലിദീനില്ല, കണ്ടോ, മുഇസ്സാണ് അവരിൽ ഒന്നാമൻ, അയാളാണ് ഇത് സംഘടിപ്പിച്ചത്. ഇതേപോലെ തന്നെ പ്രമുഖ ഈജിപ്ഷ്യൻ പണ്ഡിതനായ ഷെയ്ഖ് അലി മഹ്ഫൂദ്, അദ്ദേഹം പ്രസിദ്ധനാണ്, അദ്ദേഹവും ഇതേ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ന അവ്വല മൻ അഹ്ദസഹ, ആദ്യമായി ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള മൗലീദ് ആഘോഷിക്കുന്നത് ബിൽ ഖാഹിറ, കെയ്റോവിലാണ്, അൽ ഖുലഫാഉൽ ഫാത്തിമിയൂൻ, ഫാത്തിമികളാണ്, ഫിൽ ഖർനി റാബി, 4-ാം നൂറ്റാണ്ടിൽ, ഫബ്തദഉ 6 മവാലിദ്, 6 മൗലിദുകൾ അവരാഘോഷിച്ചു. കണ്ടോ, ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്, ഇത് നമ്മൾ ഉണ്ടാക്കിയല്ല. ഇത് ജൂതന്മാർ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ മജൂസികൾ തുടങ്ങിയതാണ്, ശിയാക്കൾ തുടങ്ങിയതാണെന്നുള്ളത് നമ്മൾ വെറുതെ അടിച്ചു വിടുകയല്ല. 6 മൗലിദുകൾ അവരാഘോഷിച്ചു. 6 മൗലിദുകൾ, 1 അലി റളിയല്ലാഹു അൻഹു, 2 ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ, അപ്പൊ 4, പിന്നെ 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, 5, പിന്നെ 1 ആ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെത്. അങ്ങനെ ടോട്ടല് 6 അവർ ആഘോഷിച്ചു. ഇതേപോലെ തന്നെ പ്രമുഖരായ ഡോക്ടർ ഹസൻ ഇബ്രാഹിം, അതേപോലെ തന്നെ ത്വാഹ അഹമ്മദ് ഷറഫ്, ഇവര് ഈ ഫാത്തിമകളുടെ ചരിത്രം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഈ മുഅയ്സിനെ അവർ വിശദീകരിച്ചു. ആ മുഅയ്സിന്റെ കാലഘട്ടത്തെ ആ ചരിത്രം അവർ വിശദീകരിച്ചപ്പോ അവര് പറഞ്ഞത് എന്താ വെച്ചാല്, ഈ കാര്യം പറഞ്ഞു, ഈ മുഅയ്സിന്റെ കാലഘട്ടത്തിൽ നിരവധി ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് അവർ പറഞ്ഞു മൗലിദുൻ നബി, അതിലൊന്നാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ്. അപ്പൊ ഇതെല്ലാവരും പറഞ്ഞതാണ്, ചരിത്രകാരന്മാരൊക്കെ അത് പറഞ്ഞതാണ്. ആദ്യമായി ഈ മൗലിദ് ആഘോഷിക്കുന്നത് ഈ ജൂതനായ മജൂസിയായ, അല്ലെങ്കിൽ ഞാൻ റബ്ബാണി എന്ന് പോലും വാദിച്ച ഈ ഇബ്നു ദൈസാനുൽ ഖദ്ദാഹിന്റെ, അല്ലെങ്കിൽ ഉബൈദുള്ളയുടെ പിന്നെ ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ട ഇവരാണ് ആദ്യമായിട്ട് ഈ മൗലിദ് ആഘോഷിച്ചത് എന്നുള്ളത് ചരിത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പിന്നീട് ഇത് മുസ്ലിം ലോകത്തേക്ക് വ്യാപിക്കുന്നത് എങ്ങനെയാണ്? മറ്റേ സൂഫികളിലൂടെയാണ്. കാരണം സൂഫികളും ജൂതന്മാരും തമ്മിൽ കുറെ അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. ഇവരുമായിട്ട് അടുത്ത ബന്ധമാണ് സൂഫികൾക്കുള്ളത്. അങ്ങനെ പിന്നെ ഈ സൂഫികളിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് പ്രവേശിച്ചു. അതായത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്ന പ്രഗത്ഭനായ ഒരാൾ ഉമർ ഇബ്നു മുഹമ്മദ് അൽ മുല്ല എന്നറിയപ്പെടുന്ന ആൾ. അയാള് പ്രഗത്ഭനായിരുന്നു. അയാളെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അയാള് സൂഫിയാണ്, സ്വാലിഹാണെന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾക്കൊരു ടെന്റ് ഉണ്ടായിരുന്നു. അയാൾ ഈ മൗലിദുകൾ ആഘോഷിച്ചിരുന്നു എന്നുള്ളതാണ്. ആ മൗലിദ് ആഘോഷിക്കുന്ന സദസ്സിലേക്ക് രാജാക്കന്മാര്, പിന്നെ അതേപോലെ തന്നെ കാളിമാര്, പിന്നെ പല ആളുകളും ആ മൗലിദ് ആഘോഷത്തിൽ പങ്കെടുക്കും. ഈ
ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ലയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ആർക്ക്? മുളഫർ രാജാവിന്. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ത്? ആദ്യമായിട്ട് തുടങ്ങിയത് മുളഫർ രാജാവ്. അത് തെറ്റാണ്. മുളഫറിന് ഇത് കിട്ടുന്നത് ഈ ഉമർ ഇബ്നു മുഹമ്മദ് അൽ മുല്ല എന്നറിയപ്പെടുന്ന ആളിലൂടെയാണ്. അയാളെ സംബന്ധിച്ച് വേറെ ചരിത്രമുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ മുളഫർ രാജാവ് ഇതെന്താക്കി? വളരെ സ്ട്രോങ് ആയിട്ട് ആഘോഷിച്ചു. ഒരു ഷിയാക്കളിൽ നിന്ന് അല്ലെങ്കിൽ പറഞ്ഞ ഈ ഉബൈദികളിൽ നിന്ന് ഒരു സുന്നി എന്നുള്ള രൂപത്തിൽ മൗലീദ് കെങ്കേമമായിട്ട് ആഘോഷിക്കുന്നത് പിന്നെ ആരാണ്? ഈ മുളഫർ രാജാവാണ്. ഇതാണ് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്ത്? മുളഫർ രാജാവാണെന്ത് ഇതാദ്യമായി ആഘോഷിച്ചത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ചരിത്രം അതിന്റെയും പിന്നിലേക്കാണ് വരുന്നത്. ഉബൈദികളാണ് ആദ്യമായിട്ട് ഇത് ആഘോഷിക്കുന്നത്. മുളഫർ എന്ത് ചെയ്തു? ഇത് നല്ല ഉഷാറാക്കി. ഈ മുളഫറിന്റെ കാലത്താണ് ആദ്യമായിട്ട് മൗലീദിലുള്ള ഒരു ഗ്രന്ഥം രചിക്കപ്പെടുന്നത്. ആ ഗ്രന്ഥം എഴുതിയ ആൾക്ക് എന്ത് കൊടുത്തു? 1000 ദീനാർ കൊടുത്തു എന്നാണോ? ആര്? മുളഫർ രാജാവ്. അബുൽ ഖത്താബ് ഇബ്നു ദഹിയ എന്നാണ് അയാളുടെ പേര്. അയാളാണ് ആദ്യമായിട്ട് മൗലീദിലുള്ള കിതാബ് രചിച്ചു കൊടുക്കുന്നത്. അബുൽ ഖത്താബ് ഇബ്നു ദഹിയ. അയാൾക്ക് 1000 ദീനാർ അപ്പൊ തന്നെ എടുത്തു കൊടുത്തു എന്നാണ് മുളഫർ രാജാവ്. പിന്നെ അന്ന് ചുട്ട കോഴികള്, അതേപോലെ തന്നെ ആടുകള്, ഹൽവകള്, നൃത്യങ്ങള്. എത്രത്തോളം ചോദിച്ചാല് ആ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? വയഅമലു ലിസ്സൂഫിയ്യ സിമാഅൻ മിനൽ ളുഹരി ഇലൽ ഫജ്രി. ളുഹർ മുതൽ ഫജ്ർ വരെ സൂഫികള് ഈ സദസ്സിലുണ്ടായിരുന്നു. ഗാനം ആലപിച്ചുകൊണ്ട്, നൃത്തം ആലപിച്ചുകൊണ്ട്, മറ്റുള്ള പരിപാടികള് ആയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഉബൈദികളുടെ ചരിത്രത്തിൽ നമുക്കത് കാണാം. അപ്പൊ നമുക്ക് ചോദ്യം ഉണ്ടാവും, ഉബൈദികൾ എന്തിനാണ് ഇത് ആഘോഷിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുടെ അധികാരം നിലനിർത്താൻ, ഞങ്ങൾ അഹ്ലു ബൈത്തിനോട് സ്നേഹമുള്ളവരാണെന്ന് തെളിയിക്കാൻ. അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് അവരാ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. മാത്രമല്ല അവർ നല്ല സമ്പത്ത് അതിനു വേണ്ടി ചെലവാക്കിയിരുന്നു. തോരണങ്ങൾ കെട്ടിത്തൂക്കാൻ, എത്രത്തോളം വെച്ചാല് പലതും അലങ്കാരങ്ങള്, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ അവരുണ്ടാക്കിയിരുന്നതാണ്. അപ്പോ ഈ മുളഫർ രാജാവിന്റെ ആഘോഷത്തിൽ ആര് പങ്കെടുത്തിരുന്ന? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് പറയണേ, സൂഫികൾ പങ്കെടുത്തിരുന്നു. ലുഹർ മുതൽ ആഘോഷം തുടങ്ങിയിട്ട് ഫജ്ർ വരെ, രാത്രിയൊക്കെ. എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗത്ത് കാണാം വയർഖുസു ബിനഫ്സിഹി മഅഹും, അവരുടെ കൂടെ നൃത്തമാടും. ആര്? പിന്നെ മുളഫർ രാജാവ് ഈ സൂഫികളോടൊപ്പം നൃത്തം ആടുമായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഖല്ലിഖാൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഈ ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല അയാളിൽ നിന്ന് മലിക് മുളഫർ അയാളത് ഉഷാറാക്കിയിട്ട് നടത്തി, പലതും അയാള് കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ഈ മലിക് മുളഫർ തുടങ്ങുന്നത് ഏതാണ്ട് ഹിജറ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കവും. ഈ മലിക് മുളഫറിലൂടെ പിന്നീട് ഇറാഖിൽ പല ഭാഗത്തുമെത്തി. സൂഫികൾ നിരന്തരമായിട്ട് ഇയാളായിട്ട് ബന്ധപ്പെട്ടു. ഈ സൂഫികൾ എന്ത് ചെയ്തു? ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പിന്നീട് ഇത് വ്യാപിപ്പിച്ചു. മുസ്ലിം നാടുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ലോകത്ത് എന്ത് ചെയ്യുന്നത്? മൗലിദ് ആഘോഷം എന്നുള്ള രൂപത്തിലുള്ള ആഘോഷങ്ങൾ പിന്നീട് ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ വെറുതെ പറഞ്ഞതല്ല, കൃത്യമായിട്ട് അതിന്റെ ചരിത്രരേഖകള് നമ്മൾ ഉദ്ധരിച്ചു. ഇങ്ങനെയാണ് മുസ്ലിം ലോകത്ത് ഈ നബിദിനാഘോഷം വ്യാപിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണങ്ങളിൽ തെളിവില്ലാത്ത ഈ നബിദിനാഘോഷം പിന്നീട് ഇത് ജീവിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഈജിപ്ത്, ഫ്രാൻസുകാര് അവരുടെ അധിനിവേശം നടത്തിയ സന്ദർഭത്തിൽ ഏതാണ്ട് ഈ മൗലിദാഘോഷങ്ങളൊക്കെ നിന്നുപോയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് വീണ്ടും ഈ മൗലിദാഘോഷത്തെ പുനഃസംഘടിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ചരിത്രത്തിൽ നെപ്പോളിയനെ കുറിച്ച്. നെപ്പോളിയനാണ് എന്നുള്ളതാണ് വീണ്ടും ഈ മൗലിദാഘോഷം സംഘടിപ്പിക്കുന്നത്. അതിന്റെ ചരിത്രം നമുക്ക് കിട്ടും. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഏതാണ്ട് ഈജിപ്തിൽ നിന്നുപോയ ഈ മൗലിദാഘോഷം പിന്നീട് പുനഃസംഘടിപ്പിക്കുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട് ആണ് എന്നുള്ളതാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റൊരു കാര്യം. ആ ചരിത്രം
ഈജിപ്ഷ്യൻ ചരിത്രകാരനായ ജിബർട്ടി അയാളുടെ ചരിത്ര ഗ്രന്ഥത്തിൽ അയാൾ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഈ ഫ്രാൻസുകാരുടെ സൈനിക നേതാവ് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ മൗലിദാഘോഷമൊക്കെ നിന്നുപോയത്? അപ്പോൾ അവർ പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അയാൾ പറഞ്ഞു. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു? ഷെയ്ഖുൽ ബഖരി ഏതാണ്ട് 300 റിയാല് അയാൾ ഇതിന്റെ ചെലവിലേക്ക് എടുത്തു കൊടുത്തു. എന്നിട്ട് അവര് ജന്മദിനാഘോഷം ശക്തിയായിട്ട് കെങ്കേമമായിട്ട് അവരെ ആഘോഷിച്ചു എന്നുള്ളതാണ്. ഇത് ഈജിപ്ഷ്യൻ ചരിത്രകാരനായ ജിബർട്ടി എന്ന് പറയുന്ന ആൾ അയാളുടെ അജായിബുൽ ആസാർ എന്നുള്ള ഗ്രന്ഥത്തിൽ അയാളത് വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമല്ല, ഈ ആഘോഷങ്ങളിൽ നെപ്പോളിയൻ വരെ സന്നിഹിതനായിരുന്നു എന്നുള്ളതാണ്. ഈ മൗലിദാഘോഷങ്ങളിൽ എല്ലാ നിലക്കും വരെ അതിന് സഹായം ചെയ്തു കൊടുത്തു എന്നാണ്. ഈ മൗലിദാഘോഷം പുനഃസംഘടിപ്പിക്കാനും അതിന് വേണ്ടുന്ന ചെലവുകൾ വഹിക്കാനും എല്ലാവിധ സഹായങ്ങളും ഈ ഫ്രാൻസുകാർ ഈജിപ്തിലെ ആളുകൾക്ക് ചെയ്തു കൊടുത്തു എന്നാണ്, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ അടക്കം. എന്നിട്ട് നെപ്പോളിയൻ പോലും ഈ ആഘോഷങ്ങളിൽ സന്നിഹിതനായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഫ്രഞ്ചുകാർ ഈ ആഘോഷം സംഘടിപ്പിച്ചു? അതിനും ഈ ചരിത്രകാരൻ മറുപടി നൽകുന്നത് എന്താ അറിയോ? അദ്ദേഹം പറയുന്നു, വറഖസ അൽ ഫറൻസാവിയ, ഫ്രാൻസുകാർ അതിന് അനുവാദം കൊടുക്കാനുള്ള കാരണം ദാലിക ലിന്നാസി, ജനങ്ങൾക്ക് അതിനുള്ള എല്ലാ സഹായവും ഈ മൗലിദാഘോഷം നടത്താൻ ചെയ്തു കൊടുക്കാനുള്ള കാരണം ലമ്മാർ ഔഫീഹി, അവർ ഈ ആഘോഷങ്ങളിൽ കണ്ടതുകൊണ്ടാണ്. മിനൽ ഖുറൂജി അനിശ്ശറാഇ വജ്തിമാ ഇന്നിസായി, ഈ ആഘോഷങ്ങളൊക്കെ മതത്തിന് വിരുദ്ധമായിട്ടുള്ള ആഘോഷങ്ങളാണ്. അതേപോലെ തന്നെ വജ്തിമാ ഇന്നിസായി, സ്ത്രീകളും ഒരുമിച്ച് കൂടുന്നുണ്ട്. ഇഖ്തിലാത്ത്, ആളുകളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടാണ്. വത്തിബായി ഷഹവാത്തി, അതേപോലെ തന്നെ വേണ്ടാത്തരങ്ങളാണ്, തോന്നിവാസങ്ങളാണ് അവിടെ നടക്കുന്നത്. വത്തലാഹി വഫിഅലുൽ മുഹറമാത്തി, വിനോദങ്ങളും ആഭാസത്തരങ്ങളും ഹറാമുകളും സ്ത്രീകളും പുരുഷന്മാരും കൂടി ചേരലുകളും, ഇതൊക്കെയാണ് ഈ ആഘോഷങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ആര് മനസ്സിലാക്കി? ഫ്രാൻസുകാര് മനസ്സിലാക്കി. ഒന്നും അവരുടെ ഒരു തന്ത്രം അതാണല്ലോ, ആയുധം കൊണ്ട് മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതല്ല, അത് വിഡിത്താണെന്നുള്ളതൊക്കെ അവരൊക്കെ എന്നോ പഠിച്ചുപോയി. ഇത് പറ്റാത്ത സ്ഥലത്ത് അവരത് അങ്ങനെ ചെയ്തു നോക്കും. അതല്ലാത്ത സ്ഥലത്ത് എന്താണ്? മുസ്ലിങ്ങളുടെ ആദർശത്തെ നശിപ്പിക്കുക, അവരുടെ സംസ്കാരത്തെ നശിപ്പിക്കുക. അത് നെപ്പോളിയൻ ചെയ്തതിന്റെ തുടർച്ചയാണ്. ഇത് അവർ ചെയ്യാനുള്ള കാരണം ഇതായിരുന്നു എന്നുള്ളത് അയാളുടെ ഗ്രന്ഥത്തിന്റെ വാളി 2 306 പേജിൽ നമുക്കത് വായിച്ചാൽ മനസ്സിലാകും. അയാൾ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ നെപ്പോളിയൻ പോലും ഈ മൗലിദ് ആഘോഷിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. കാരണം ഈ ഹറാമുകളൊക്കെ അതിലുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ എന്തെല്ലാം ആഭാസത്തരങ്ങളാ, തോന്നിവാസങ്ങൾ, അതിന്റെ വീഡിയോകൾ പോലും നമുക്ക് കാണാൻ പറ്റും. ആഭാസത്തരങ്ങൾ അതിന്റെ പേരിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ. എന്താണെങ്കിലും ഈ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ ഈ ആഘോഷങ്ങള് നടത്തിയത്, മൗലിദാഘോഷം തുടങ്ങിയത്, ആരംഭിച്ചത്, അത് പ്രചരിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. എല്ലാവരും ഒരേപോലെ തന്നെ പറഞ്ഞു, എന്ത്? ഈ ജന്മദിനാഘോഷം എന്നുള്ളത് ബിദ്അത്താണ്. കാരണം ഇത് മതത്തിന് തെളിവില്ല. ഇത് തുടങ്ങി വെച്ചതാകട്ടെ ഈ പറഞ്ഞ ഫാത്തിമികളും പറഞ്ഞ ഈ ജൂതന്മാരുടെ പിന്മുറക്കാരായ ആളുകളും. അതുകൊണ്ട് ഇതിന് തെളിവില്ല എന്നുള്ളത് എല്ലാവരും പറഞ്ഞു. മാത്രമല്ല പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും മരിച്ച അത് ഏതാണ്ട് ഉറപ്പാണ്, റബീഉൽ അവ്വലിലാണ്. അത് ആ ദിവസം ആണ് ഏതാണെന്നുള്ളതൊക്കെ 12 ഇങ്ങനെയുള്ള ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞെന്താ വെച്ചാൽ, നേരത്തെ പറഞ്ഞൊരു കാരണം, ഒന്ന് അവരുടെ അധികാരത്തെ നിലനിർത്തുക, രണ്ടാമതൊരു കാരണം പറയുന്നത് ജൂതന്മാർക്കൊരു വിശ്വാസമുണ്ട്, അവരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നത് എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. സൈനബ് കൊടുത്ത ആ ഭക്ഷണം നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട്, ആ ചരിത്രം അല്ലെ. വിഷം പുരട്ടിയ ഇറച്ചി കഷ്ണം, ആട്ടിറച്ചി കൊടുത്തു, ഒരു സഹാബി മരണപ്പെട്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം വഹയും കൊണ്ടുവന്നു, പ്രവാചകന്റെ തൊണ്ടയിൽ അതുണ്ടായിരുന്നു. പിന്നീട് മരിക്കുന്ന സമയത്ത് ഹദീസുകളിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ പറഞ്ഞത്, എന്റെ കണ്ടനാടിയെ മുറിച്ച് കളയുന്ന വേദന എനിക്കുണ്ട്. ഏത്? ഞാൻ അന്ന് തിന്ന ആ ഇറച്ചിന്റെ വിഷത്തിന്റെ വേദന. അത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ പറയുന്നുണ്ട്, ആ മരണത്തിന്റെ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അന്ന് തിന്നതിന്റെ വേദന, ആ വേദനന്റെ ശക്തി പറഞ്ഞത് എന്റെ കണ്ടനാടിയെ മുറിച്ച് കളയുമോ
അത്രത്തോളം വേദന എനിക്കുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജൂതന്മാർ പറയുന്നത് ഞങ്ങളാണ് കൊന്നത്. അപ്പൊ അവര് യഥാർത്ഥത്തിൽ ഈ മൗലീദിലൂടെ അത് ആഘോഷമാണ്. ദുഃഖമുണ്ടോ? അവിടെ സങ്കടമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിലുള്ള പ്രയാസമുണ്ടോ? ആഘോഷമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ പ്രഗത്ഭ മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജ് അദ്ദേഹത്തിന്റെ മദ്ഖൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, വല്ലാത്തൊരു അത്ഭുതം തന്നെ. അദ്ദേഹം പറയുന്നത് തുമ്മ അൽ അജബുൽ അജീബ്, വല്ലാത്തൊരു അത്ഭുതം തന്നെ. കൈഫ യഅമലൂനൽ മൗലിദ, എങ്ങനെ ഇവർക്ക് മൗലിദ് ആഘോഷിക്കാൻ പറ്റും? എങ്ങനെ ഇവർ മൗലിദ് ആഘോഷിക്കും? ലിൽ മഗാനി വൽ ഫറഹി വസ്സുറൂരി ലിഅജലി മൗലിദിഹി അലൈഹിസ്സലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദിന്റെ പേര് പറഞ്ഞ് എങ്ങനെ ഇവർക്ക് സന്തോഷിക്കാനും എങ്ങനെ ആഹ്ലാദിക്കാനും എങ്ങനെ മൗലിദ് കൊണ്ടാടാനും ഇവർക്ക് സാധിക്കും? കാരണം ഫി ഹാദ ഷഹ്രിൽ കരീം, ഈ റബീഉൽ അവൽ മാസത്തിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹു അലൈഹിസ്സലാത്തു വസ്സലാം ഫീഹി, ഈ മാസത്തിൽ തന്നെയാണ് ഇൻതഖല ഇലാ കറാമത്തി റബ്ബിഹി അസ്സ വജല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതും വഫാത്തായതും ഈ മാസത്തിൽ തന്നെയാണ്. വഫജഅത്തിൽ ഉമ്മ ഫീഹി വഉസീബത് ബിമുസാബിൻ അലീം ലാ യഅദിലു ദാലിക ഗൈരിഹാ മിനൽ മസായിബ് അബദ, മുസ്ലിം ലോകത്തിന് വല്ലാത്ത ഒരു ദുരന്തം സമ്മാനിച്ച മാസമാണ് ഈ റബീഉൽ അവൽ മാസം. ഒരു മുസീബത്ത് ബാധിച്ച ഈ ഒരു മാസമാണ് ഈ റബീഉൽ അവൽ മാസം. പിന്നെ ഈ റബീഉൽ അവൽ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്ന് സഹാബത്ത് പറഞ്ഞ, ഏറ്റവും വലിയ ദുഃഖം എന്ന് സഹാബത്ത് പറഞ്ഞ ഈ റബീഉൽ അവൽ മാസത്തിൽ എങ്ങനെ ഈ മൗലീദിന്റെ പേരിൽ ഇവർക്ക് സന്തോഷിക്കാൻ സാധിക്കും? എന്നിട്ട് അദ്ദേഹം പറയുന്നത്, فعلى هذا كان يتعين البكاء والحزن الكثير وانفراد كل إنسان بنفسه لما أصيب به. ഓരോരുത്തരും ചെയ്യേണ്ടത് ദുഃഖിക്കുകയാണ്, ഓരോരുത്തരും ചെയ്യേണ്ടത് ധാരാളമായി കരയുകയാണ്. ഒറ്റക്കിരുന്ന് ഈ ഉമ്മത്തിന് ബാധിച്ച ഈ വിപത്തോർത്ത് ഈ പ്രയാസത്തിൽ കരയുകയാണ്, ദുഃഖിക്കുകയാണ് ഓരോ മുസ്ലിമും ചെയ്യേണ്ടത് എന്നുള്ളത് അദ്ദേഹം വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തുറന്ന് വിശദീകരിക്കുന്നത് ഈ മൗലീദ് ആഘോഷം ബിദ്അത്താണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇത് പിന്നീട് വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഗസാലി, ഇമാം ഗസാലി. അദ്ദേഹം അതിശക്തമായിട്ട് അദ്ദേഹം ഈ ജന്മദിനാഘോഷത്തെ എതിർത്തിട്ടുണ്ട്. കാരണം ഇതിനൊരു അടിസ്ഥാനമല്ല, ഇത് തുടങ്ങി വെച്ചത് ഉബൈദികളാണ് എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇമാം ഗസാലി അദ്ദേഹം പറഞ്ഞത് വത്തഖറുബു ഇലല്ലാഹി തആല, അല്ലാഹുവിലേക്ക് അടുക്കുക, സാമീപ്യം തേടുക, ബിഇഖാമത്തി ഹാദിഹിൽ മവാലിദ്, ഈ മീലാദുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മൗലീദുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ലാ അസ്ല ലഹ, അതിന് യാതൊരുവിധ അടിത്തറയുമില്ല. എന്നിട്ട് അദ്ദേഹം അത് ബിദ്അത്താണ്, അതിനെ തടയൽ നിർബന്ധമാണ് എന്നൊക്കെ ഗസാലി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇവർ അംഗീകരിക്കുന്ന മറ്റൊരു പണ്ഡിതനാണ് ഫാക്കിഹാനി. അദ്ദേഹം പറഞ്ഞു, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന, അല്ലാഹുവിന്റെ കിതാബിലോ പ്രവാചകന്റെ സുന്നത്തിലോ ഈ മൗലിദിന് യാതൊരുവിധ അസ്ലും ഞാൻ കണ്ടിട്ടില്ല. കാരണം എങ്ങനെ അസ്ല് കാണുക? ഇത് ഉബൈദികൾ തുടങ്ങിയതാണ്, പിന്നീട് മുളഫർ രാജാവ് പ്രചരിപ്പിച്ചതാണ്, പിന്നീട് മുസ്ലിം ലോകത്തിലേക്ക് കടന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയ എല്ലാ പണ്ഡിതന്മാരും, ഷാഫികളാകട്ടെ അല്ലാത്ത പണ്ഡിതന്മാർ ആരോ ആകട്ടെ, എല്ലാവരും ഒരേപോലെ പറഞ്ഞു, എന്താ, ഈ മൗലിദിന് ഒരു അസ്ലും കിതാബിലോ സുന്നത്തിലോ കാണുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ, ഉമ്മത്തിൽപ്പെട്ട ഉലമാക്കളിൽ നിന്ന് ഒരാളും തന്നെ ഇതിന്റെ ഒരു തെളിവും വന്നിട്ടില്ല. അല്ലദീനഹും അൽ ഖുദ്വത്തു ഫിദ്ദീനി, കാരണം മതത്തിൽ മാതൃകയാക്കേണ്ടവർ അവരാണല്ലോ. അൽ മുതമസ്സിഖൂന ബി ആസാലിൽ മുതഖദ്ദിമീന എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, ബൽ ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. അഹദസഹൽ ബത്താലൂൻ, തീറ്റ കുതിയന്മാരായ ശാപ്പാട്ട് രാമന്മാരാണ് ഈ ഇതുണ്ടാക്കിയത്. അക്കാലൂൻ എന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഫാക്കിഹാനിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ ഇമാം സഹാവി ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. അയാൾ കുറെ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്നുള്ളത് നമ്മൾ ഒരു ക്ലാസ് കൂടി നമ്മൾ ഈ വിഷയത്തിലെടുക്കും, നല്ല ബിദ്അത്തിനെ പറ്റി എന്താന്നുള്ളത്. ഇമാം സഹാവി പറഞ്ഞത്, അമലുൽ മൗലിദി ഷരീഫ്, ഈ മൗലീദ് ലം യുൻഖൽ അൻ അഹദി മിനസ് സലഫി സ്വാലിഹി ഫിൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകളിൽപ്പെട്ട സലഫ് സ്വാലിഹ്യങ്ങളിൽ നിന്ന് ഒരാളും തന്നെ ഈ മൗലീദ് ആഘോഷം തെളിവ് വന്നിട്ടില്ല. വൈനമാ ഹുദിസ, അത് അതിനുശേഷം
ഉണ്ടാക്കപ്പെട്ടതാണ് മൗലിദാഘോഷം. ഇത് പറഞ്ഞത് ആരാണ്? സഹാവിയാണ്. ഇതൊക്കെ ഇവര് അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഇതേപോലെ തന്നെ ഇമാം ഷാത്തവി അദ്ദേഹത്തിന്റെ അൽ ഇത്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ബിദ്അത്തിന് ഒരു ഉദാഹരണം കൊണ്ടുവന്നു. എന്ത്? ചില ബിദ്അത്തുകൾ ഉണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപങ്ങള്, കൈഫിയാത്തുകൾ. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം കൊണ്ടുവന്നു. ഏതാ ഉദാഹരണം? ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നു, വത്തിഹാദ് യൗമി വിലാദത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഒരു ആഘോഷമായിട്ട് കൊണ്ടാടുക. ഇമാം ഷാത്തവി അദ്ദേഹവും ഇത് ബിദ്അത്തിന്റെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അപ്പോ ഇമാം ഫാക്കിഹാനി, ഇമാം ഷാത്തവി, അതേപോലെ തന്നെ ഇബ്നുൽ ഹാജ്, അതേപോലെ തന്നെ ഗസാലി, ഇതേപോലെ തന്നെ ഷൗക്കാനി, അദ്ദേഹം പറഞ്ഞ എന്താ? ലം അജിദ് ഇലൽ ആൻ, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ദലീലൻ, ഒരു തെളിവും, യദുല്ലു അലാ സുബൂതിഹി മിൻ കിതാബിൻ വലാ സുന്ന വലാ ഇജ്മാഇൻ വലാ ഖിയാസ്, ഖിയാസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ സുന്നത്തിലോ കിതാബിലോ ഈ ജന്മദിനാഘോഷത്തിന് ഒരു തെളിവും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ബൽ അജ്മഅൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾക്ക് ഇജ്മാ ഉണ്ട് അന്നഹു ലം യൂജദു ഫി അസ്രി ഖൈറുൽ ഖുറൂനി, ആ ഉത്തമ നൂറ്റാണ്ടിൽ എന്തില്ല, ഇങ്ങനെ സംഗതി ഇല്ല. വലല്ലദീന യലൂനഹും വലല്ലദീന യലൂനഹും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വാജ്മാവോ, ഇജ്മാ ഉണ്ട്, അന്നൽ മുഖ്തറ ലഹു, ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് സുൽത്താൻ അൽ മുലഫർ അബു സയ്യിദ്, നമ്മൾ നേരത്തെ പറഞ്ഞ മുലഫർ രാജാവാണെന്ന് പറഞ്ഞിട്ടാണ് ആര് പറയുന്നത്? ഷൗക്കാനി പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് 3 നൂറ്റാണ്ടില് ഈ സംഗതി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഷാത്തബി അത് പറഞ്ഞു, ഷൗക്കാനി പറഞ്ഞു, ഇതേപോലെ തന്നെ ഇബ്നു ഹജറും പറഞ്ഞ എന്താ? ഇതേ കാര്യം തന്നെയാണ്. സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചു, ഇബ്നു ഹജറിനോട്, ഈ മൗലിദിനെ സംബന്ധിച്ച്. അദ്ദേഹം പറഞ്ഞ എന്താ? അസ്ലു അമലിൽ മൗലിദ് ബിദ്അ, ഈ മൗലിദ് ബിദ്അത്താണ്, അതിന്റെ അടിത്തറ തന്നെ എന്താണ്? അത് ബിദ്അത്താണ്. ലം തുൻകൽ അൻ അഹദി മിന സലഫി സ്വാലിഹിൽ ഖുറൂനി സലാസ, ആ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട സലഫുകളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഇതിന്റെ തെളിവ് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇബ്നു ഹജർ പറഞ്ഞതായിട്ട് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ തന്നെ ഇതേ കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ എന്താ? വകദാലികമായ യദിസുഹു ബഅദുന്നാസ്, ചില ആളുകൾ പുതിയതായിട്ടുണ്ടാക്കി ഈ പരിപാടി. ഇമാം മുലാഹാത്തുൽ നിസാറ ഫി മീലാദി ഈസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം അവർ ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കും കിടക്കട്ടെ ഒരു ജന്മദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര ശരിയാ? ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. പറഞ്ഞല്ലോ ജൂതന്മാരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും അവരുടെ ചര്യകളെ, ആദർശങ്ങളെ, നിലപാടുകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിന്തുടരും. ഇതിന്റെ തുടക്കം സ്റ്റാർട്ടിങ് ആരാ? ഈ ഉബൈദികളാ. അവരുടെ ചരിത്രം നമ്മൾ പഠിച്ചു. എത്ര കറക്റ്റാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് ക്രിസ്ത്യാനികളോട് കിടപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മദിനം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, ഇത് ലം യഫ്അൽഹു സലഫ്, ഇത് സലഫികൾ ചെയ്തിട്ടില്ല. മാ ഖിയാമിൽ മുഖ്തദാലഹു, അവർക്കത് ചെയ്യാമായിരുന്നു. അത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്കുണ്ടായിരുന്നു. വഅദമിൽ മാനിയ മിൻഹു, അത് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർക്കും ചെയ്യാമായിരുന്നല്ലോ റബീഉൽ അവൽ മാസത്തിൽ അന്ന് നബി ജനിച്ച ദിനാണ്, അതുകൊണ്ട് നമുക്ക് ഒരു മജ്ലിസ്, ഒരു സ്വലാത്തിന്റെ മജ്ലിസ്, അല്ലെങ്കിൽ ഒരു മദ്ഹിന്റെ മജ്ലിസ്, അല്ലെങ്കിൽ ഒരു അന്നദാനം നടത്താം. ഇങ്ങനെ എന്തെങ്കിലും അവർ ചെയ്തതായിട്ട് അവർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അത് ചെയ്യാതിരിക്കാനുള്ള ഒരു തടസ്സവും ഒരു കാരണവും അവർക്കുണ്ടായിരുന്നിട്ടുമില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാണ്, വലൗ കാന ഹാദാ ഹൈറൻ മഹല്ല ഔ റാജിഹൻ ലകാന സലഫു റളിയല്ലാഹു അൻഹും അഹഖു ബിഹി മിന്ന. ഇത് ഖൈറായിരുന്നെങ്കിൽ നമ്മളെക്കാൾ അത് ചെയ്യാൻ കടപ്പെട്ടവർ സഹാബത്തായിരുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. കാരണം നമ്മളെക്കാൾ കൂടുതൽ പ്രവാചകനെ സ്നേഹിച്ചത് അവരാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ധാരാളമായിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ ആധുനികരായ പണ്ഡിതന്മാരും ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, വനഹനു നഖൂലു ലഹും, ഇങ്ങനെ ഈ മൗലിദ് ആഘോഷിക്കുന്ന, ഈ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ? ഞങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നവരാണ്. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ അതിന് കൊടുക്കുന്ന മറുപടി, വനഹനു നഖൂലു ലഹും, ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള മറുപടി, മർഹബൻ ബിക്കും, നിങ്ങൾക്ക് സ്വാഗതം. ഇത് അഹ്ബബ്തും നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബിയെ സ്നേഹിക്കുന്നവരാണല്ലോ,
നിങ്ങൾക്ക് സ്വാഗതം. വമർഹബൻ ബിക്കും ഇദാറത്തും ഇഹ്യാ ദിക്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ദിക്ർ മദ്ഹ് അത് നിങ്ങൾ ജീവിപ്പിക്കല്ല, സുന്നത്ത് ദിക്ർ സ്മരണ നിങ്ങൾ ജീവിപ്പിക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാഗതം. അതിനെന്താ ഒരു തകരാറില്ല. എന്നിട്ട് ഷെയ്ഖ് ഉസ്തൈമീൻ പറയുന്നു വലാക്കിൻ, സംഗതിയൊക്കെ ശരി തന്നെ, നിങ്ങൾ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണ പുതുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്, അത് ചെയ്തോ, നിങ്ങൾക്ക് സ്വാഗതം. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലാക്കിൻ, പക്ഷേ ഹുനാക മീസാനുൻ, അവിടെ ഒരു മീസാൻ ഉണ്ട്, ഒരു തുലാസ് ഉണ്ട്. വലാഹു അഹ്കാമുൽ ഹാക്കിമീൻ വ ഇലാഹുൽ ആലമീൻ, ലോകത്തിന്റെ റബ്ബ് നിശ്ചയിച്ച ഒരു മീസാൻ ഉണ്ട്. ആ മീസാന് എന്താണ്? അള്ളാഹിന്റെ കിതാബിൽ ഒരു ആയത്തെടുത്തിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഖുൽ ഇൻ കുൻതും, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഉദ്ധരിച്ചു, തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെ പിൻപറ്റണം. അപ്പോൾ റസൂലുള്ളാഹി അത് പഠിപ്പിച്ചിട്ടില്ല. സ്നേഹിച്ചോ റസൂലുള്ളാഹി പഠിപ്പിച്ച പോലെ. നമ്മളത് പറഞ്ഞു. നമ്മൾ സ്വലാത്ത് ചെല്ലുന്നതിനെതിരാ, നമ്മൾ മദ്ഹ് പറയുന്നതിനെതിരാ, നമ്മൾ ദിക്ർ ചെല്ലുന്നതിനെതിരാ, നമ്മൾ അന്നദാനം നടത്തുന്നതിനെതിരാ ഒന്നുമല്ല. അതിലൊരു തർക്കമല്ല. നമ്മൾ നേരത്തെ അത് പറഞ്ഞു ഒന്നാമത്തെ ക്ലാസ്സിൽ. ആ വിഷയത്തിലൊരു തർക്കമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ട എന്ന കാര്യത്തിൽ. പക്ഷെ കൊല്ലത്തിലൊരു മാസത്തിൽ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഒരു പ്രത്യേകമായ സ്നേഹം, പ്രത്യേകമായ ഒരു ആചാരം, പ്രത്യേകമായ ഒരു സ്വലാത്ത്, പ്രത്യേകമായ ഒരു ദിക്ർ, പ്രത്യേകമായ ഒരു അന്നദാനം, അതിന് തെളിവില്ല. അങ്ങനെ ഒരു മൗലീദ് ഉണ്ടെങ്കിൽ തന്നെ അത് തുടങ്ങിയത്, ആ മൗലീദ് തുടങ്ങിയത് ഉബൈദികളാണ് ചരിത്രത്തിൽ. ആ ഉബൈദികളാകട്ടെ ജൂതന്മാരാണ്, മജൂസികളാണ്, നിരീശ്വരവാദികളാണ്, അഹ്ലുസുന്നത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ് എന്നുള്ളതാണ് ഇവരടക്കം അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. ആധുനികരായിട്ടുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഇത് പറഞ്ഞത് എന്താണ്? ഇത് ബിദ്അത്താണ് എന്നുള്ളതാണ്. അതിന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഒരു വിഷയം കൂടി ഇതിന്റെ അനുബന്ധമായിട്ട് പറയാനുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ മറ്റേ വിഷയം ഇൽമു സ്വീകരിക്കേണ്ടത് ആരിൽ നിന്ന് എന്ന വിഷയത്തിന്റെ മൂന്നാമത്തെ ഭാഗം നമുക്ക് പറയേണ്ടതുണ്ട് നിർബന്ധമായും. അപ്പൊ അത് നമ്മൾ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. ഈ പറഞ്ഞതിനൊക്കെ വരെ ന്യായീകരിക്കുന്നത് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അല്ലെങ്കിൽ നല്ലതല്ലേ എന്ന പേരിലാണ്. ദിക്റല്ലേ, സലാത്തല്ലേ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ. അപ്പോൾ ആ ന്യായീകരണത്തിന് വല്ല അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖുർആനും സുന്നത്തും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.